വി ഡി സതീശൻ എന്താ പറഞ്ഞത്? മാധ്യമപ്രവർത്തകരോട് വളരെ ആത്മവിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു, വേണോ വിസ്മയം, ഇനിയും വേണോ വിസ്മയം എന്ന് പറയുന്നുണ്ട്. ഞാനിന്ന് എണ്ണി നോക്കിയപ്പോൾ പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ ഒരു വിസ്മയമാണ്, തളിപ്പറമ്പിൽ വിജിൽ മോഹൻ ഒരു വിസ്മയമാണ്, അമ്പലപ്പുഴയിൽ ഷാനു ഭൂട്ടോ ഒരു വിസ്മയമാണ്, BJP-യിലേക്ക് പോയ ജോബ് ഒരു വിസ്മയമാണ്, കുട്ടനാട്ടിൽ സജി ജോസഫ് ഒരു വിസ്മയമാണ്, ഏറ്റുമാനൂരിൽ ജോസഫ് സി മാത്യു ഒരു വിസ്മയമാകാൻ പോകുന്നു, ജോസഫ് വാഴയ്ക്കൻ ഒരു വിസ്മയമാകാൻ പോകുന്നു, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സംഘം തെരുവിലിറങ്ങി ഇപ്പോൾ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നു, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പടയൊരുക്കം നടത്തിയ ജില്ലാ നേതൃത്വം വിസ്മയമായിരുന്നു, തൽക്കാലം തുടങ്ങിയിട്ടുണ്ട്. ചിറയൻകീഴ് രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ ഒട്ടിക്കുകയും KPCC അധ്യക്ഷന്റെ അടക്കം കോലം കത്തിക്കുകയും ചെയ്ത മണ്ഡലം പ്രസിഡന്റുമാർ മറ്റൊരു വിസ്മയമായിരുന്നു. അലോഷ്യസ് സേവ്യർ രാജി സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു വിസ്മയം തീർത്തിട്ടുണ്ട്. ഇനിയും വേണോ വിസ്മയം? ഇതൊക്കെ തിരിച്ചു വന്ന ആൾക്കാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ പറഞ്ഞു. അതെ, അലോഷ്യസ് സേവ്യർ രാജിവെച്ചു, രാജി പിൻവലിച്ചു. എന്താ കാരണം? എന്താ രാജി വെക്കാനുള്ള കാരണം? 2 ഇടങ്ങളിൽ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്ന് ഇടുക്കിയിൽ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ റോയ് പൗലോസ് അടഞ്ഞു. അപ്പോൾ അലോഷ്യസ് സേവ്യറിനെ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞ് എങ്ങോട്ട് വിട്ടു? പൂഞ്ഞാറിലേക്ക് വിട്ടു. പൂഞ്ഞാറിൽ ചെല്ലുമ്പോൾ പൂഞ്ഞാറിൽ വരുന്നു മുദ്രാവാക്യം, ഇവിടെയും ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. കേരളത്തിൽ എടുക്കാച്ചരക്കായി ഒരു KSU അധ്യക്ഷൻ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് സ്മൃതി? ഇതാണ് വിസ്മയം. അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ടോ? ഒരു യുവജന സംഘടനയുടെ നേതാവിന് ഇതേ പരിഗണന നൽകിയാൽ മതിയോ? കേരളത്തിലെ പ്രധാനപ്പെട്ട യുവ കോൺഗ്രസ് നേതാക്കൾക്ക് എവിടെയാണ് നിങ്ങൾ അവരെ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരിക്കുന്നത്? ക്ലെയിം റീസണബിൾ ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമല്ല, റീസണബിൾ ക്ലെയിമാണ്. റീസണബിൾ ക്ലെയിമുള്ള എത്രയോ പേരുണ്ട്. ഇനി ഞാൻ പറയാം, ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥി ഇതുവരെയും നമ്മുടെ അറിവിലായിട്ടില്ല. എത്ര പേരുകളാണ് തൃപ്പൂണിത്തുറയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന? പേരറിയാമോ? ദീപക് ജോയ്. ആരായിരുന്നു ദീപക് ജോയ്? ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കൃത്യമായി ദീപക് ജോയെ കുറിച്ച് അറിവില്ലായിരുന്നു. എന്റെ ഒരു അറിവുകേടായിട്ട് കൂട്ടിക്കോ. സ്മൃതിക്ക് ഒരു പക്ഷേ അത്ര വലിയ ധാരണ ഉണ്ടാകണമെന്ന് സാധ്യതയില്ല. വൈപ്പിനിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ ദീപക് ജോയ്. എപ്പോ? 2021. എന്നിട്ട് എന്ത് സംഭവിച്ചു? വൈപ്പിനിൽ തോറ്റു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിർത്തി, കൗൺസിലറാക്കി, മുനിസിപ്പാലിറ്റിയിൽ നിർത്തി, അതിനുശേഷം അവിടെ ഡെപ്യൂട്ടി മേയറാക്കി. പോരെ ദീപക് ജോയിക്ക്? എന്താ ദീപക് ജോയിയുടെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം? ദീപക് ജോയി ഉമ്മൻചാണ്ടിയുടെ അനുയായിയാണ്. ദീപക് ജോയി A ഗ്രൂപ്പിന്റെ കരുത്തരായ നേതാവാണ് എന്ന് ചിലർ ധരിക്കുന്നു. കരുത്തരായ നേതാവല്ല, A ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി K ബാബുവിന്റെ നോമിനിയായിട്ട് വരുന്ന സ്ഥാനാർത്ഥി. എങ്ങനെയാണ് തുടർച്ചയായിട്ട് ദീപക് ജോയിക്ക് ഇത്രയും അധികം പ്രാധാന്യം കിട്ടുന്നത്? അവഗണിക്കപ്പെട്ടു പോയ മനുഷ്യരാരാ? ലിജുവിന്റെ പാർട്ടി ചരിത്രത്തിന്റെ ഏതെങ്കിലും തൊട്ടടുത്ത് വയ്ക്കാൻ പറ്റുമോ ദീപക് ജോയിയുടെ ചരിത്രം? വയ്ക്കാൻ പറ്റില്ലല്ലോ. ഇനി വേണ്ട, രാജു പി നായരെ അവിടെ പരിഗണിക്കുന്നുവെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. വളരെ റീസണബിളായിട്ട് അവിടെ പരിഗണിക്കപ്പെടേണ്ട നേതാവാണ്. 3 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് രാജു പി നായർക്ക്. രാജു പി നായർ 10 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ യുവ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച മനുഷ്യനാ. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മീഡിയ ടീമിൽ ഉണ്ടായിരുന്നയാളാ ഈ പറയുന്ന രാജു പി നായർ. ആ മണ്ഡലത്തിൽ ജനിച്ച് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വന്ന 3 പതിറ്റാണ്ട് അനുഭവ പരിചയമുള്ള ഒരു നേതാവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി. പകരം ദീപക് ജോയ് എന്ന് പറയുന്ന വൈപ്പിനിൽ മത്സരിച്ച് പരാജയപ്പെടുത്തി, പിന്നീട് വീണ്ടും പരാജയപ്പെട്ട നേതാവായിട്ട് കൂടി കൗൺസിൽ സ്ഥാനം കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഡെപ്യൂട്ടി മേയറാക്കി കൊണ്ടുവന്ന അതേ ആളെ ആരുടെ താല്പര്യപ്രകാരമാണ് നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ കൊണ്ട് പ്രതീക്ഷിച്ചത്? ചോദ്യം ചോദിക്കുവാണികൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇത് രണ്ടാമത്തെ വിസ്മയം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏറ്റുമാനൂരിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ജോസഫ് വാഴയ്ക്കൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിൽ യോഗ്യനായിരുന്നില്ലേ? മൂവാറ്റുപുഴയിൽ നിന്ന് എങ്ങനെയാണ് ജോസഫ് വാഴയ്ക്കനെ വെട്ടിയത്? നമുക്കറിയാമല്ലോ. ജോസഫ് വാഴയ്ക്കൻ 2016 5000 വോട്ടിനാണ് പരാജയപ്പെടുന്നത്. 2011 മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ MLA ആയിരുന്നു ജോസഫ് വാഴയ്ക്കൻ. ആ മണ്ഡലത്തിൽ വളരെ കൃത്യമായി പ്രവർത്തിച്ച മനുഷ്യനായിട്ടാണ് ജോസഫ് വാഴയ്ക്കനെ നമുക്കറിയാം. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച പാനലിസ്റ്റുകളിൽ ഒരാളാണ് ജോസഫ് വാഴയ്ക്കൻ. ഞാനൊക്കെ ജോസഫ് വാഴയ്ക്കനോടൊപ്പം ചർച്ച നടത്തിയിട്ടുണ്ട്. അത്ര സൗമ്യനായും ആഴത്തിലും കാര്യങ്ങൾ പറയുകയും എന്നാൽ വളരെ സൗഹൃദത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന ജോസഫ് വാഴയ്ക്കൻ ഒരു കാലത്ത് കോൺഗ്രസിന്റെ മുഖമായിരുന്നു. ആ ജോസഫ് വാഴയ്ക്കൻ 2016 മാത്യു കുഴൽനാടന് വേണ്ടിയല്ലേ വെട്ടിയത്? ഒടുവിൽ ആ ജോസഫ് വാഴയ്ക്കൻ എവിടെ കൊണ്ടുപോയി നിർത്തി? N ജയരാജന്റെ സ്ഥാനാർത്ഥി 21 കൊണ്ടു നിർത്തിയത് കാഞ്ഞിരപ്പള്ളി കൊണ്ടുപോയി നിർത്തി. അതിനുശേഷം നമ്മൾ പ്രതീക്ഷിച്ചു ഏറ്റുമാനൂരിൽ നിർത്തുമെന്ന് കരുതി. രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ്. രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിൽക്കുന്നയാളാ. ഊണുറക്കം ഉപേക്ഷിച്ച് എപ്പോഴും രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിന്നതാ. പ്രശ്നം എന്താ? എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല ഏറെ സംസാരിച്ചു. അപ്പോൾ ആരെ മറന്നുപോയി? ജോസഫ് വാഴയ്ക്കനെ മറന്നുപോയി. ജോസഫ് വാഴയ്ക്കന് സീറ്റില്ല, ഏറ്റുമാനൂരിൽ സീറ്റില്ല. ഏറ്റുമാനൂരിൽ നിന്ന് മാറ്റുമെന്നറിഞ്ഞു, കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കരുതി. കാഞ്ഞിരപ്പള്ളിയിലും സീറ്റില്ല. ജോസഫ് വാഴയ്ക്കനോട് ചെയ്തത് നീതിയാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇത് രണ്ടാമത്തത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി ഇതിനേക്കാൾ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധിവധത്തെ ന്യായീകരിച്ചു എന്നതിന്റെ പേരിൽ ആരോപണം നേരിടുന്ന ഒരു BJP-യിൽ നിന്ന് വന്ന നേതാവിന് കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം കൊടുക്കും. എന്നാൽ ഗാന്ധിയെ വിമർശിച്ചതിന്റെ പേരിൽ ഒരാളെ പുറത്താക്കുന്നു എന്ന മട്ടിൽ കാര്യങ്ങൾ വരികയാ. എന്താ ഈ സണ്ണി കഫിക്കാടിനെതിരെ അജയ് തറയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എഴുതാൻ പാടുള്ള കാര്യമാണോ? അദ്ദേഹം വിജയിക്കാത്ത സീറ്റിൽ കോടീശ്വരനാവാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. വളരെ മോശമായ പ്രതികരണം. അത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പിണറായി തള്ളിപ്പറയേണ്ട വാക്കുകളാണ്. സണ്ണി കപ്പിക്കാട് അങ്ങോട്ട് വലിഞ്ഞു കയറി സീറ്റ് വാങ്ങിയ ആളല്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി സണ്ണി കപ്പിക്കാടിനോട് വിയോജിപ്പുണ്ടാവാം,
പക്ഷേ ഇപ്പോഴും ഗാന്ധിയെ വിമർശിച്ചതിന്റെ പേരിൽ ഇത് ഗാന്ധിയെ വിമർശിച്ചതിന്റെ പേരിൽ നിന്നല്ല, ആ പ്രതികരണത്തിൽ കൃത്യമായും പ്രതിഫലിക്കുന്ന ഒരു സവർണ രാഷ്ട്രീയമുണ്ട്. അജയ് തറയിലെ സ്റ്റേറ്റ്മെന്റിൽ ഒഴിവാക്കിയതല്ല, ആ അജയ് തറയിലെ സ്റ്റേറ്റ്മെന്റിൽ ആര് സണ്ണി കപ്പിക്കാടിനെ ഒഴിവാക്കുന്നതിനുള്ള ന്യായീകരണമായി പറയുന്നത് വിജയിക്കാത്ത സീറ്റിൽ കോടീശ്വരനാവാൻ വേണ്ടി മത്സരിക്കുന്നു സണ്ണി കപ്പിക്കാടെന്ന്. എങ്ങനെ പറയാൻ പറ്റുക? സണ്ണി കപ്പിക്കാട് കോടീശ്വരനാവാൻ വേണ്ടിയാണോ? അങ്ങനെയാണോ സണ്ണി കപ്പിക്കാടിനെ നമ്മൾ കാണുന്നത്? സണ്ണി കപ്പിക്കാടിനെ കുറിച്ച് ഏതെങ്കിലും ഒരു വിമർശനം ഇന്നുവരെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്ത് ധൈര്യത്തിൽ അജയ് തറയിൽ അങ്ങനെ വിമർശിച്ചത്? ഇതാണ് പ്രശ്നം. ഇതെല്ലാ കാലത്തുമുണ്ട്. അംബേദ്കറിനെ പരാജയപ്പെടുത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നിയമമന്ത്രിയെ ആദ്യമായി ഭരണഘടനാ അസംബ്ലിയിൽ വരാത്ത വിധം പരാജയപ്പെടുത്തുകയും അതിനുശേഷം വളരെ 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 ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം അദ്ദേഹത്തിന് മത്സരിക്കേണ്ട മണ്ഡലത്തെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്ത പ്രവർത്തനം നടന്നിട്ടുണ്ട്. നമ്മുടെ 1950-കളിൽ 1947-കളിൽ ആ മനുഷ്യനെ പരാജയപ്പെടുത്തിയ പാർട്ടി ഇന്ന് സണ്ണി കപ്പിക്കാരനോട് ചെയ്തതും നീതിയല്ല. അങ്ങനെ നീതി കിട്ടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് എൽദോസ് ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാവുന്നത്. എൽദോസ് ചോദിക്കുന്ന ചോദ്യം ഇതാ: നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഒരേ കേസിൽ ആരോപണ വിധേയനായി ജയിലിൽ കിടന്ന മനുഷ്യന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു, അതേസമയം ജയിലിൽ കിടക്കാത്ത മറ്റൊരാൾക്ക് നിങ്ങൾ നീതി നിഷേധിക്കുന്നു. ആരോപണ വിധേയനായ ഒരാളെ നിങ്ങൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പാർട്ടിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്ത് നീതിയാണിത് എന്ന ചോദ്യം സ്വാഭാവികമാണ്. ഇതെല്ലാം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്.